അവളെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കൊണ്ടു നടക്കാനായിരുന്നു എനിക്കിഷ്ടം, രേഖയുടെ ഭർത്താവ് പറയുന്നു. വാക്ക് തെറ്റിക്കുന്നവരെ രേഖയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അത്രേ. എല്ലാ കാര്യത്തിലും അതിൻ്റെതായ ഉത്തരവാദിത്വവും കൃത്യനിഷ്ഠയും അവൾ കാത്തു സൂക്ഷിച്ചിരുന്നു. വളരെ ബോൾഡായിരുന്നു അവൾ. ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ യൂണിയൻ ഭാരവാഹിയായിരുന്നു. രേഖയുടെ ഓർമ്മകളെക്കുറിച്ച് മോഹനകൃഷ്ണൻ പറഞ്ഞു തുടങ്ങി. വളരെയധികം രസിച്ചാണ് അഭിനയിച്ചിരുന്നത്. സങ്കടം അഭിനയിക്കാൻ രേഖയ്ക്ക് ഗ്ലിസറിൻ വേണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് അവൾ അഭിനയിച്ചിരുന്നതെന്ന് മനസ്സിലാവും. പണത്തിന് വേണ്ടിയായിരുന്നില്ല രേഖ അഭിനയിച്ചിരുന്നത്. സ്വന്തം വണ്ടിയിലെ പോകൂ, രേഖ പറയുന്ന ഹോട്ടലിലെ താമസിക്കൂ, നിർമ്മാതാവ് കൊടുക്കുന്നതിന്റെ ബാക്കി തുക പേ ചെയ്യും. രേഖയെ മനസ്സിൽ കണ്ട് എഴുതിയ പല കഥാപാത്രങ്ങളും രേഖയുടെ നിഷ്പക്ഷമായ സ്വഭാവ സവിശേഷത കാരണം മാറിപ്പോകുക പോലും ഉണ്ടായി. അതിലൊന്നും അവൾക്ക് യാതൊരു വിഷമവും പരാതിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ വ്യത്യാസമുണ്ടായിരുന്നു എന്ന കാരണത്താൽ വിവാഹം മുടക്കാൻ ആരൊക്കെയോ ശ്രമിച്ചിരുന്നു. എന്നാൽ എന്നെ വിവാഹം കഴിക്കാൻ അവൾ തന്നെയാണ് നിർബന്ധം പിടിച്ചതെന്ന് പിന്നീടൊരവസരത്തിൽ ഞാൻ അറിഞ്ഞു. അതിൽ എനിക്ക് വിസ്മയം തോന്നിയിട്ടുണ്ട്. അപ്പൂസെ, എടാ കുരങ്ങ എന്നിങ്ങനെയൊക്കെയാണ് അവൾ എന്നെ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. മോളെ എന്നല്ലാതെ ഞാനും വിളിച്ചിട്ടില്ല. ഭാര്യ എന്നതിനേക്കാൾ കൊച്ചുകുട്ടിയെപ്പോലെ അവളെ കൊണ്ടു നടക്കുന്നതായിരുന്നു എനിക്കിഷ്ടം. ആരെങ്കിലും രേഖ മകളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ചിലപ്പോൾ സമ്മതിക്കും. അത് പക്ഷേ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇടത് മാറിടത്തിൽ അനുഭവപ്പെട്ട കല്ലിപ്പിനെ തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്ററിൽ നടത്തിയ പരിശോധനയിലാണ് രേഖയിൽ ക്യാൻസർ കണ്ടെത്തിയത്. 2000 തൈറോയിഡ് ക്യാൻസറും വന്നിരുന്നു. സിംഗപ്പൂരിലാണ് അതിന്റെ ചികിത്സകൾ നടത്തിയത്. തന്നെ ഒരു ക്യാൻസർ സർവൈവറായി ആരും നോക്കിക്കാണുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. സർജറികളും പരിശോധനകളും ഇടയ്ക്കിടെ നടത്തിയിരുന്നു. അവസാനം നടത്തിയ പരിശോധനയിലും ഹൃദയത്തിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ മരണത്തിന്റെ മിടിപ്പെത്തിയത് ഹൃദയാഘാതത്തിന്റെ രൂപത്തിലായിരുന്നു, മോഹനകൃഷ്ണൻ പറഞ്ഞു. കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗോസിപ്പ് ബസാർ.